ഭൂരിഭാഗം മനുഷ്യന്മാരിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. കുറച്ച് ആൾക്കാരിൽ ഈ ഫ്ലൂ, ഒരു ജലദോഷപ്പനിയിലൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കാണിച്ചിട്ട് അങ്ങ് മാറിപ്പോവും. നല്ല തലവേദന, പനി, ശരീരം മൊത്തമുള്ള വേദന, ഒരു ഓക്കാനം വരിക, ഛർദി, പിന്നെ ചിലർക്കൊക്കെ ചില റാഷുകൾ, ചെറിയ തിണർപ്പുകളൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം. അപ്പോൾ എപ്പോഴാണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ അപകടകാരിയാവുന്നത്? അത് ചിലപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ഒരു അണുബാധയായിട്ട് വ്യാപിക്കുമ്പോൾ, ചിലപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ കോശങ്ങൾ ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് അതിന് എൻസെഫലൈറ്റിസ് എന്നുള്ള രീതിയിൽ വരാം. അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയറിലുള്ള അണുബാധയായിട്ട് മെനിഞ്ചൈറ്റിസ് ആയിട്ടും വരാവുന്നതാണ്. പ്രായം കൂടിയവരിലും പ്രത്യേകിച്ച് നമ്മുടെ വളരെ വീക്കായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരിലൊക്കെയാണ് ഇത് കൂടുതൽ അപകടകരമായി മാറാൻ സാധ്യതയുള്ളത്. ഈ വെസ്റ്റ് നൈൽ ഫീവർ ചികിത്സിക്കാൻ പ്രത്യേകിച്ച്